ഇന്നിന്റെ ലോകത്തിന്റെ എല്ലാ നെറികേടുകളും സോഷ്യൽ മീഡിയ വഴി, രാജ്യത്തിന്റെ നിയമങ്ങൾ വഴി, എല്ലാത്തിലും ഉപരി എല്ലാ തിന്മകളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമൂഹം അന്നത്തെ കാട്ടറേബ്യൻ സമൂഹത്തിന് തുല്യമായ ഞാനും നിങ്ങളും, ഞങ്ങൾ സംസ്കരിക്കപ്പെടേണ്ടതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാട്ടറേബ്യൻ സമൂഹത്തെ സംസ്കരിച്ചെടുത്ത ആ വിശുദ്ധ ഖുർആനിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനാണ് ആത്മീയതയുടെ തുടക്കം. 10 ദിവസങ്ങളിലായി നമ്മളിവിടെ നേർച്ചയുടെ വഅദുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ 90% ആളുകളും ചർച്ച ചെയ്തത്, മഹാന്മാരായ ഉസ്താദുമാർ 90% ചർച്ച ചെയ്തത് ആത്മീയതയെ കുറിച്ചാണ്. ആത്മീയത മനുഷ്യനുണ്ടാവുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനാവുന്നുള്ളൂ. അല്ലെങ്കിൽ മൃഗത്തെക്കാൾ അധപ്പതിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യനിക്ക് ചെന്നെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനാണ് ആത്മീയതയുടെ തുടക്കം എന്ന് ഞാൻ ആദ്യത്തിലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഇവിടെ ചർച്ച ചെയ്ത 90% വിഷയങ്ങളും 90% കാര്യങ്ങളും ആത്മീയതയുമായി ബന്ധപ്പെട്ട് ആത്മസംസ്കരണം നടത്തിയതിന്റെ ഒരു പഠനമാണ് നിങ്ങൾക്ക് മുന്നേ നടത്തിയത് എങ്കിൽ അതിന്റെയൊക്കെ ഹെഡ്, ആത്മസംസ്കരണത്തിന്റെ ഹെഡ്, അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഖുർആൻ ആത്മീയതയുടെ വഴിവിളക്ക് എന്നതാണ് നമ്മുടെ വിഷയം ഈ ലോകത്ത്. അപ്പോൾ എന്താണ് ആത്മീയത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആനന്ദങ്ങളും, ഈ ലോകത്തെ ആനന്ദങ്ങളും ആർഭാടങ്ങളും അനുഷ്ഠാനങ്ങളും അനുഭൂതികളും ഒരു മനുഷ്യ ശരീരവും കീഴ്പ്പെടാതെ സ്വന്തം ശരീരം, മനസ്സ്, ഹൃദയം ഇതൊന്നും ഈ ലോകത്തിന്റെ ആർഭാടങ്ങളിൽ, അനുഭൂതികളിൽ, സുഖങ്ങളിൽ വഞ്ചിതരാവാതെ, കീഴ്പ്പെട്ടു പോവാതെ മനുഷ്യ മനസ്സ് സ്വന്തം ശരീരത്തെയും അവന്റെ വികാര വിചാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് സ്വന്തം മനസ്സ്, സ്വന്തം ഹൃദയം അല്ലാഹുവിനും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ അല്ലാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെടുന്ന രൂപത്തിലേക്ക് മനുഷ്യന്റെ ശരീരത്തിനെ വഴി നടത്തുക, മനുഷ്യനെ വഴി നടത്തുക. ഇത് നടക്കുമ്പോഴാണ് ഓരോ മനുഷ്യനിലും ആത്മീയത നടക്കുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാൽ ദേഹിച്ചകൾക്ക് വഴിപ്പെടാത്ത, സ്വന്തം ശരീരത്തിന് വഴിപ്പെടാത്ത ഏതൊരു വിഷയവും മുമ്പിലേക്ക് വന്നാൽ എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ റബ്ബ് ഈ വിഷയത്തിൽ എന്നെ എന്ത് പഠിപ്പിച്ചു? ഇത് മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം ശരീരത്തിന്